ആ പെണ്ണ് സ്വയം ഒരു തന്റേടിയാണെന്നാണ് കരുതിയിരിക്കുന്നത്. നിങ്ങളെ ഈസി ആയിട്ട് പറ്റിക്കാൻ പറ്റുമെന്നും കരുതുന്നുണ്ട്. എന്നാൽ അവൾക്കറിയില്ല നിങ്ങളുടെ ഒപ്പം ഞാനും ഉണ്ടെന്ന്. ബോസ്, ആദ്യം അവൾ ആരാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ആദ്യം അവളെ മീറ്റ് ചെയ്യണം. നോനോ, എനിക്ക് അവൾ ആരാന്നൊന്നും അറിയണ്ട. പിന്നെ ഞാൻ എന്തിനാ മീറ്റ് ചെയ്യുന്നേ? ആ പെണ്ണിന്റെ മേളിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും പെണ്ണിനോട് ഇനി ഇൻട്രസ്റ്റ് ഉണ്ടോ ബോസ്? മനസ്സിലായി, വിട്ടേ. കാം ഡൗൺ റൗഡി കൊച്ചേ, കാം ഡൗൺ. എന്തിനാ റേസ് ആയിട്ടിരിക്കുന്നേ? പിന്നല്ലാതെ ഇന്നലെ ചെയ്ത ഹെൽപ്പിനൊക്കെ ഒരു താങ്ക്സ് പറയാന്ന് വിചാരിച്ചാ ഞാൻ ക്യാബിലേക്ക് ചെന്നത്. വേദാന്ത് നല്ല ദേഷ്യത്തിലായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പറ്റിക്കാന്ന് കരുതി. അപ്പോഴേക്കും എന്നെ ചീത്ത വിളിച്ച് ദേഷ്യപ്പെട്ട് എന്നെ അവിടുന്ന് ഇറക്കി വിട്ടു. എന്റെ ചേട്ടനെ പറ്റി നിനക്ക് നന്നായിട്ട് അറിയാലോ. അറിയാം, നല്ല പോലെ അറിയാം. ഉള്ളും പുറം ഒക്കെ അറിയാം. ചില സമയത്തൊക്കെ എന്നെ ഒരു പരിചയമില്ലാത്ത രീതി പെരുമാറും. അഹങ്കാരിക്കൊരങ്ങ്. ഇനി അടുത്ത പ്രാവശ്യം മുതല് ഞാൻ അവനെ മീറ്റ് ചെയ്യണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം പോലും. അവൻ എന്താ വല്ല മന്ത്രിയാണോ? ഇതാണോ കാര്യം? അതിനൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അയ്യോ, അതൊക്കെ വീട് ചേട്ടാ. അവനെ പറ്റി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് ചെയ്താലും നിവരുന്ന വാലൊന്നും അല്ല. എനിക്ക് കുറച്ച് പണിയുണ്ടോ, ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ബോസ്, നെക്സ്റ്റ് ടൈം അവൾ മെസ്സേജ് അയക്കുമ്പോ കുറച്ച് സോഫ്റ്റ് ആയിട്ട് എന്താണ്, എവിടെയാണ് ഉള്ളത്, അങ്ങനെയൊക്കെ ചോദിക്കും ബോസ്. ഹായ് ഡാർലിംഗ്, ഗുഡ് മോർണിംഗ് എന്നോ? ഡിസ്കസ്റ്റിംഗ്. സാവിത്രി, നിന്നോട് ഫ്ലവർ വേസ് ഗ്ലാസിന്റെ തന്നെ വെക്കണമെന്ന് പറഞ്ഞതല്ലേ? ഷോക്കേസ് എല്ലാം ക്ലീൻ ചെയ്യാനും പറഞ്ഞിരുന്നു. തറയെല്ലാം 3 പ്രാവശ്യം തുടയ്ക്കണമെന്നാ പറഞ്ഞിരുന്നത്. എന്നിട്ട് മാറ്റി കണ്ടില്ലേ? ഛേ, ആരാ ഇതിവിടെ കൊണ്ടിട്ടത്? ഇത് മാറ്റി വേറെ ഇടണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ മാറ്റിയിരുന്നു മാഡം. സോ വാട്ട്? ഇത് കണ്ടാ പുതിയതാന്ന് തോന്നുന്നു. ആരാ ഇതിവിടെ കൊണ്ടിട്ടത്? വീട്ടിനകത്തേക്ക് കാല് വെക്കുമ്പോ കാല് വൃത്തിയാക്കാൻ ഇട്ടിരിക്കുന്ന മാറ്റ് കണ്ടാൽ കയറി വരുന്നവർക്ക് പുതയ്ക്കുന്ന പുതപ്പിനേക്കാൾ വൃത്തിയുള്ളതാണെന്ന് തോന്നണം. ഈ വീട്ടിലേക്ക് കയറി വരുന്നവർ വീടിനകം മുഴുവനും പളപളാന്ന് തിളങ്ങുന്നത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കണം. നമ്മുടെ വീട്ടിലുള്ള വെറും ഷോ പീസുകളുടെ വില മാത്രം അവരുടെ ഒരു ആയുസ്സിൽ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതലാണെന്ന് തോന്നണം. മനസ്സിലായിട്ടില്ല മാഡം. ഇത് തന്നെ ഇവിടുത്തെ പ്രോബ്ലം. ഞാൻ പറയുന്നതൊന്നും ആർക്കും മനസ്സിലാവില്ലേ? കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ മാറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്. ഇതെടുത്ത് അകത്ത് കൊണ്ടുപോയി വെക്ക്. എന്താ ചേച്ചി, ഇത്ര അടിപൊളിയായിട്ടുള്ള വീട് ഇനി കൊട്ടാരം പോലെ ആക്കാനാണോ തീരുമാനിക്കുന്നത്? എല്ലാ സാധനങ്ങളും മാറ്റി വെക്കുന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ടല്ലോ. എന്താ ചേച്ചി വിശേഷം? ഇനി നടക്കാൻ പോകുന്ന ഡ്രാമയ്ക്ക് സ്റ്റേജ് റെഡിയാക്കുക. കഥയും തിരക്കഥയും ക്യാമറയൊക്കെ ചേച്ചി റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഡ്രാമ അടിപൊളിയായിട്ട് തന്നെ നടക്കും. ഡയറക്ഷൻ ചേച്ചിയാണോ? വെറും ഡയറക്ഷൻ മാത്രമല്ല, സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും എന്റേതാ. എന്റർടൈൻമെന്റിന് ഒരു കുറവും ഉണ്ടാവില്ല. മനസ്സിലായി, പക്ഷെ ഒന്നും മനസ്സിലായില്ല. ഇതിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? ആ പ്രമേളയ്ക്കും അവളുടെ ഭർത്താവിനും ഈ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ തരാനുള്ള യോഗ്യതയൊന്നും അവർക്കില്ലെന്ന് അവർ തന്നെ മനസ്സിലാക്കി വായും പൊളിച്ച് നിൽക്കണം. പിന്നീട് ഒരിക്കൽ പോലും അങ്ങനൊരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ടാവരുത്. അന്ന് പാർക്കിലോട്ട് വരാൻ പറഞ്ഞിട്ട് വന്നില്ല, എന്നിട്ടിപ്പോ എന്തിനാ മെസ്സേജ് അയക്കുന്നതെന്ന് ചോദിക്കും ബോസ്. എനിക്കിങ്ങനെ ചീപ്പ് കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. താൻ തന്നെ ചെയ്തോ. അമൂല്യ മേഡവുമായി മണിക്കൂറുകളോളം മെസ്സേജ് അയക്കാൻ പറ്റുമല്ലോ. ഒന്നുമില്ല ബോസ്, ഈ എക്സ്ട്രാ ഇമോഷൻ കൊടുക്കാനായിട്ട് ഇമോജിസ് ഒക്കെ ചേർത്തിട്ട് മെസ്സേജ് അയക്കാം എന്നാ ഞാൻ പറഞ്ഞേ. നിങ്ങളെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വേദാന്തിനെ കല്യാണത്തിന് സമ്മതിപ്പിക്കാനാണ് പ്ലാനെങ്കിൽ അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല.
ഞാനെന്ന് പാർക്കിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നീ എന്താ വരാത്തത്? വിക്കി ചേട്ടാ ഇത് നോക്ക്, വിഷമിക്കുന്ന ഒരു സ്മൈലി ഉണ്ട്. വാലിഡ് പോയിന്റ് അത്. നീ അവന്റെ കൂടെ നിൽക്കുമ്പോ തന്നെ എങ്ങനെ അവനോട് പോയി സംസാരിക്കാ? റിപ്ലൈ കൊടുക്കാതിരിക്കണ്ട ചേട്ടാ, ഒരു അറ്റംപ്റ്റ് എങ്കിലും നടത്താം. ഇതിന് എന്തായാലും ഞാൻ നല്ലൊരു റിപ്ലൈ കൊടുക്കും. മെസ്സേജ് വന്നു. ബോസ് ഇത് നോക്ക് ബോസ്, എന്താ അയച്ചേക്കുന്നത് നോക്കിയേ. ഞാൻ നിന്നെ കാണാൻ വേണ്ടി അന്ന് പാർക്കിലേക്ക് വന്നിരുന്നു. പക്ഷെ അന്ന് നിന്റെ കൂടെ വേറൊരു പെൺകുട്ടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ തിരിച്ചുപോയെ. അതാ ഞാൻ പിന്നെ മെസ്സേജ് അയക്കാഞ്ഞേ. ബോസ് അവസാനം ഹാർട്ട് ബ്രേക്ക് ആവുന്ന ഇമോജി അയച്ചേക്കുന്നത്, അത് മിസ് ചെയ്യല്ലേ? എടോ, തനിക്കൊന്നും വേറെ ജോലിയില്ല ഇവിടെ. അവളുടെ ഹാർട്ട് ബ്രേക്ക് ആയതിന് ഞാനെന്ത് ചെയ്യണം? ആ ഏത് പെണ്ണിന്റെ കൂടെ ആയിരുന്നു ബോസ് ക്ലോസ് ആയിട്ട് നിന്നത്? എങ്ങനെയുണ്ട് ചേട്ടാ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാനുള്ള? എന്റെ ചോദ്യം എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും 2 മാർക്കെങ്കിലും കിട്ടില്ലേ? 2 മാർക്ക് നിന്നെ 4 മാർക്ക് തന്നെ നീക്കാം. പക്ഷെ നീയും അവനിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കണതിന്റെ കാരണം എന്താ? അപ്പോ അന്നവൾ എന്നെ കാണാൻ വേണ്ടി പാർക്കിലേക്ക് വന്നിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോ അവിടെ നിങ്ങൾ ഏതോ പെണ്ണുമായിട്ട് ക്ലോസ് ആയിട്ട് നിന്നു എന്നുള്ളത് സത്യം തന്നെയാ അല്ലേ? എക്സ്ക്യൂസ് മീ. കമിൻ സാരിക. വേദാൻ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താ ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുന്നേ? കയറി വന്നാട്ടെ. ചേച്ചി, ചേച്ചി പറഞ്ഞ പോലെ ദേ അവര് വന്നിട്ടുണ്ട്. കേട്ടിരുന്നെങ്കിൽ ഈ രീതിയിൽ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരില്ലേ? അത് ശരിയാ, 2 കണ്ണിലും രക്തം വന്നാ പോലും അറിയില്ല. അതിപ്പൊ തന്നെ വരും. പോയി ഡയറി എടുത്തോണ്ട് വാ. അവസാനം ധൈര്യം സംഭരിച്ച് മീനാക്ഷിയോടെ എന്റെ ലവിന്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞു. കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം സമ്മതിക്കുമെന്ന് തന്നെയാ. അല്ലെങ്കിലും ഏത് പെണ്ണാ ചോദിച്ചാൽ ഉടനെ അങ്ങ് സമ്മതിക്കുന്നേ? അല്ലേലും എന്റെ മീനാക്ഷിക്ക് ഭയങ്കര നാണവാ. എന്റെ മീനാക്ഷി ഈ ലോകത്തില് ഏതെങ്കിലും ഒരു പയ്യന്റെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാ സുമേഷേ. ഇങ്ങനെ ഒരു സത്യസന്ധയാണ് ഞാൻ കല്യാണം കഴിക്കുന്നതെന്ന് ഓർക്കുമ്പോ ഞാൻ ഹൃദാർത്ഥനാണ്. ദൈവമേ, ഇത് തന്നെ എന്റെ പുണ്യം. ഓ, ഇരിക്കെ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? കോഫി, ടീ? ഒന്നും വേണ്ട, വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. ഒന്നും വിചാരിക്കണ്ട, പറഞ്ഞോളൂ. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ചോദിച്ച് പരിചയമില്ല. ഒരു പ്രാവശ്യം ചോദിക്കൂ. ഞങ്ങൾക്കും അത് തന്നെ. ബന്ധുക്കളാകാൻ പോകുന്നവരോട് മാന്യമായിട്ടേ പെരുമാറുള്ളൂ. വിശേഷങ്ങൾ പറ. എല്ലാവർക്കും സുഖമല്ലേ? മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നുള്ളൂ അല്ലേ? സുഖമായിട്ടിരിക്കുന്നു. വന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. നിശ്ചയത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ല. പെൺവീട്ടുകാരാകുമ്പോൾ ഞങ്ങളാണല്ലോ നിശ്ചയം നടത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എത്ര പേര് വരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചടങ്ങ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനാ വന്നത്. ഈ കാര്യങ്ങളൊക്കെ ഫോണിലൂടെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ. അതിനുവേണ്ടി വെറുതെ കഷ്ടപ്പെട്ട് ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയോണ്ടാ. എന്തു തന്നെയായാലും നേരിട്ട് നമ്മൾ സംസാരിക്കുന്നതല്ലേ ശരി. പിന്നീട് അത് വിട്ടുപോയി ഇത് വിട്ടുപോയി എന്നൊക്കെ പറയുന്നത് ശരിയുള്ള കാര്യമൊന്നും അല്ലല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങളുടെ മോൾക്ക് നേരത്തെ നിശ്ചയം നടന്നതല്ലേ? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? ഈ മീനാക്ഷിക്ക് എന്റെ പ്രേമം ഓക്കെ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോ അവളെ ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ.
എപ്പോഴും കാണുന്ന സ്ഥലത്ത് കാണാത്തത് കൊണ്ട് അവിടെ വീടിന്റെ അടുത്ത് വരെ ഒന്ന് പോയത്. അപ്പോൾ അവളുടെ വീട് ലോക്കായി കിടക്കുന്നു. ഇനി നാട്ടിലോട്ടെങ്ങാനും പോയതായിരിക്കോ? അങ്ങനെ പോകുവാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ടല്ലേ പോകൂ. എന്നാലും മീനാക്ഷിക്ക് എന്റെ ലവ് ഓക്കെ ആണോ അല്ലയോ എന്ന് സസ്പെൻസ് ആയിട്ട് വെച്ചല്ലോ ദൈവമേ. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? എന്തായാലും ഒരു പ്രാവശ്യം കൂടെ അവളുടെ വീടിന്റെ അവിടെ വരെ ഒന്ന് പോയി നോക്കാം. പ്രഭാകര, ഒന്നും വിചാരിക്കരുത്. എന്റെ അനിയനെ നാക്കിത്തിരി കൂടുതലേ. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ. അങ്ങനെ വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല, എങ്കിലും ചില കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. എൻഗേജ്മെന്റ് പാലസ് ഗ്രൗണ്ടിൽ വെച്ച് നടത്തണമെന്നൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ സ്റ്റാറ്റസും കൂടി നോക്കണമല്ലോ. അതുകൊണ്ട് ലീല പാലസിൽ വെച്ച് നടത്തിയാൽ മതി. അല്ല റൗഡി കൊച്ചേ, നീ ചെയ്യുന്നതൊക്കെ വർക്കൗട്ട് ആവുന്ന വെച്ചിട്ട് എന്റെ ചേട്ടൻ ഇങ്ങനെ കളിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതവന് ആവശ്യമാ ചേട്ടാ. അതെനിക്കൊന്നും അറിയില്ല. എന്നാൽ അന്ന് വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയെന്ന് ഞാൻ വിചാരിച്ചു. എന്താ ചേട്ടാ ഇതൊക്കെ? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോ? ഞാനും നിങ്ങളുടെ ചേട്ടനും ഫ്രണ്ട്സോ? നോ ചാൻസ്. ഒരിക്കലും നടക്കാത്ത കാര്യം. വേണ്ട വേണ്ടെന്ന് വെച്ചിട്ടും നമ്മുടെ ഫാമിലി തമ്മിൽ കണക്ട് ആയി. അതാ സംഭവിച്ചത്. അതുകൊണ്ട് മാത്രം അവനെ സഹിക്കുന്ന, അത്രേ ഉള്ളൂ. അതല്ല, ആ ടോളറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ സൈഡിൽ കൂടെ എങ്ങാനും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് ചോദിച്ചത് എന്റെ റൗഡി കൊച്ചേ. അതെങ്ങനെ ഉണ്ടാവാനാ? അവനെ ഹെവി കൊളസ്ട്രോളാ. എനിക്കും അതിന് കുറവൊന്നുമില്ല. അത് മാത്രല്ല, അവന് പെണ്ണെന്ന് വെച്ചാ പാമ്പിനെ കാണുന്ന പോലെയാ. കൈ അറിയാതെ എങ്ങാനൊന്ന് തൊട്ടുപോയാ കയ്യില് ചാണകം പറ്റിയതുപോലെ തുടച്ചു കളയും. അവൻ എപ്പോഴും അങ്ങനെ തന്നെയാ. ഞാനും ചിലപ്പോ അങ്ങനെയൊക്കെ തന്നെയാ. അങ്ങനെയുള്ളപ്പോ ഞാനും അവനും എന്തിനാ ഫ്രണ്ട്സ് ആവുന്നേ? ഫീലിങ്സ് ഒന്നുമില്ലാത്ത റോബോട്ടിന്റെ കൂടെ എന്തിനാ ഈ ഫ്രണ്ട്ഷിപ്പ്? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തന്നെ ആയിരിക്കും? അല്ല, അതിനിപ്പോ എന്ത് സംഭവിച്ചു? അത് മാത്രമല്ല, ഞാൻ അവനെ ടോർച്ചർ ചെയ്യാറുമില്ല. എന്നാലും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പോലും അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് റൗഡി കൊച്ചേ. രാവിലെ ഒന്നും കഴിക്കാതെയാണോ വന്നത്? എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുകയാണല്ലോ. ഞാൻ അവനോട് സംസാരിക്കുന്നതിനും ഞാൻ അവന്റെ കൂടെ പോകുന്നതിനും അവന്റെ കൂടെ സമയം ചെലവഴിക്കുന്നതിനും ഒക്കെ കാരണം നിങ്ങൾ തന്നെയാ. നിങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി അവൻ എങ്ങനെയെങ്കിലും കല്യാണത്തിന് സമ്മതിക്കട്ടെ എന്ന് ഓർത്ത് ഓരോന്ന് ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ അവന്റെ മുഖത്ത് പോലും നോക്കില്ലായിരുന്നു. അത് വിട്. ദൈവം എന്ത് ചെയ്തിട്ടുണ്ടോ അത് തന്നെ സംഭവിക്കുള്ളൂ. മെസ്സേജിന് റിപ്ലൈ വന്നോ? എന്ത് റിപ്ലൈ വന്നേ? വേറെ എന്ത് വരാനാ? ഞാൻ എന്റെ ഓഫീസ് അഡ്മിനെ വെറുതെ വിളിച്ചോണ്ട് വന്നതാ. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് മെസ്സേജ് അയച്ചു. സോ ചേട്ടന് നിന്നോടൊരു ഫീലിങ്സും ഇല്ലാന്നാണോ? ദേ വിക്കി ചേട്ടാ, ഒന്ന് കൺഫേം ചെയ്യാൻ ചോദിച്ചതാ. ഇനി എന്താ? നിങ്ങളിപ്പോ പറഞ്ഞത് എന്തായാലും നന്നായി. ഇനിയിപ്പോ എന്നോട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോന്ന് അറിയാനായിട്ട് ഒരു മെസ്സേജ് അയച്ചു നോക്കാം. എന്താ? എന്തു പറ്റി ചേട്ടാ? എനിക്ക് നിങ്ങളുടെ സൈൻ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല. എന്താ കാര്യം? പക്ഷെ എനിക്ക് മനസ്സിലാവും. പിന്നിൽ ഞാൻ നിൽക്കുന്നുണ്ട്, എന്നെ നോക്കൂ എന്നാ അതിന്റെ അർത്ഥം. ചേട്ടാ, ചേട്ടൻ വിചാരിക്കുന്ന പോലൊന്നുമില്ല. അമ്മൂലൊന്നും ചെയ്തിട്ടില്ല. എല്ലാം എന്റെ തെറ്റാ. ബോസ്, അത് പിന്നെ- സ്റ്റോപ്പ് ഇറ്റ്. എനിക്കെല്ലാം മനസ്സിലായി. ഷോരിക്ക് എന്റെ ക്യാബിനിലേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചേട്ടൻ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങൾ എന്തിനാന്ന് വെച്ചാ- Shut up. Just shut up, വിക്രാന്ത്. ഓഫീസ് അവേഴ്സിൽ ജോലി ചെയ്യുന്നതിന് പകരം ഇവിടെ ഇരുന്നോണ്ട് സംസാരിക്കുന്നെന്ന് ശാരിക വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ചേട്ടാ, ഞങ്ങൾ എന്താ സംസാരിച്ചെന്ന് വെച്ചാ? എന്ത് വേണമെങ്കിലും സംസാരിച്ചോളൂ. പക്ഷെ ആർക്കും ഉപകാരം ഉണ്ടാവുന്ന ഒരു കാര്യമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല ബോസ്, ഞാൻ എന്തായാലും നന്നാക്കി എടുക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിചാരിച്ച പോലെ ഒക്കെ നടക്കും. Will you just shut up? നിന്റെ വർക്ക് പോയി ചെയ്യാൻ നോക്ക്. ഞാൻ നിനക്കെന്ന ടാസ്ക് ഇന്ന് അർജന്റായിട്ട് ചെയ്യണം. നീ മറ്റുള്ളവരെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അല്ലേ കഴുതേ? ആ മണ്ട ശിരോമണിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യമൊന്നും മനസ്സിലായതേ ഇല്ല. ഞങ്ങൾ തന്നെ ഇപ്പൊ പറഞ്ഞെല്ലാം കൊളമാക്കിയേനെ. താങ്ക് യു ദൈവമേ.
പറഞ്ഞത് കേട്ടല്ലോ രണ്ടാളും. നിങ്ങളെ കാര്യം പറച്ചിലൊക്കെ പുറത്ത്, ഓഫീസിലൊന്നും പറ്റില്ല. സോറി ബോസ്, ഞാൻ പൊക്കോളാം. ഇവൻ വന്ന് വഴക്കുണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോ ഇവന് ജോലിയുടെ കാര്യമല്ലാതെ മറ്റൊന്നും മനസ്സിലാവില്ലെന്നാ തോന്നുന്നു. സുഹാസിനി, അയ്യോ, നിങ്ങൾ എന്തിനാ ടെൻഷൻ ആവുന്നേ? എല്ലാ ചിലവും ഇവരുടെ മേലെ തന്നെ കെട്ടിവെക്കാണെന്നൊന്നും വിചാരിക്കണ്ട. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 800 പേരൊക്കെ വന്നേക്കാം. നിങ്ങൾക്കറിയാലോ വേദാന്ത് ഒരു വലിയ ബിസിനസ്സുകാരനാണെന്ന്. അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിച്ചില്ലെങ്കിൽ അത് മോശമാവില്ലേ? വരുന്നവരൊക്കെ സെലിബ്രിറ്റികളും പൊളിറ്റീഷ്യൻസും ബിസിനസ് ഫ്രണ്ട്സും ഒക്കെ. ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലല്ലേ എല്ലാവരെയും ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുഡിന് അധികം എക്സ്പെൻസ് ഒന്നും ആവില്ല. സിമ്പിൾ ആയിട്ടുള്ള മെനു മതി. ഒരു ഊണിന് 1000 രൂപയെ ചെലവ് വരുത്തുള്ളൂ. നിങ്ങളതോർത്ത് വിഷമിക്കണ്ട. ഞങ്ങളുടെ വീട്ടിലെ ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞാ ചെലവൊക്കെ കുറച്ച് തരും. പറഞ്ഞു വരുമ്പോ സിമ്പിൾ എൻഗേജ്മെന്റ്. സാധാരണക്കാരായ ആളുകൾക്ക് ഇത്രയും ചെലവിലൊരു എൻഗേജ്മെന്റ് നടത്തുന്നത് ഭയങ്കര കഷ്ടപ്പാടാ. ബുദ്ധിമതിയാ ചേച്ചി നീ. അവരുടെ അവസ്ഥയെല്ലാം അറിഞ്ഞു വെച്ചോണ്ട് എന്താ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചടങ്ങൊന്നും നടത്താനില്ല. നിങ്ങൾ തീരുമാനിച്ച് എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളൂ. അത് പിന്നെ സുഹാസിനി, എല്ലാം കൂടി ചേർന്ന എത്രയാകുന്ന പറയുന്നേ? എനിക്കറിയായിരുന്നു നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ വേണം, എത്രത്തോളം വേണം എന്നതിന് ലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ദാ വേദാന്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചെലവും നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് തരരുതെന്ന്. ഞാനും അങ്ങനെ വിചാരിച്ചിരിക്കുന്നേ. അതുകൊണ്ട് ടോട്ടലായിട്ടെല്ലാം കൂടി ഒരു 25 ലക്ഷം ചെലവുള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഡോൺ വറി, അതിൽ 13 ലക്ഷം രൂപ ഞങ്ങൾ തരാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 12 ലക്ഷം ഇട്ടാൽ മതി. വെറുതെ ഒച്ചുണ്ടാക്കാതെ അമ്മു. സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അഞ്ജുവിന് തലവേദനയെന്നും പറഞ്ഞു കിടക്ക. അവൾക്ക് അമ്മയുടെ ബുദ്ധി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ? എന്തായാലും അമ്മയുടെ തലവേദന കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ പോലെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്നേ? ഇതെന്താ ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നേ? വെറുതെ ഒച്ച വെച്ചതല്ല, ഒച്ച വെച്ച് ഡാൻസ് കളിച്ച് ആഘോഷിക്കാൻ വേണ്ടി തന്നെ വന്നു. അച്ഛനും അമ്മയും വിക്കിച്ചേട്ടന്റെ വീട്ടിൽ പോയി നിശ്ചയം എവിടെ വെച്ച് നടത്തണം, എപ്പോ നടത്തണം, ആരെയൊക്കെ വിളിക്കണം എന്നൊക്കെ സംസാരിച്ചിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ സ്വീറ്റ് കൊണ്ടുവന്നതാ. എല്ലാരെയും വിളിച്ചൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചപ്പോ നിന്റെ മുഖം എന്താ ആകെ വിഷമിച്ചിരിക്കുന്നേ? എന്താ ചേച്ചി സൈലന്റ് ആയിട്ടിരിക്കുന്നേ? എല്ലാ കാര്യങ്ങളും വിചാരിച്ച പോലെ നടന്നല്ലോ. അച്ഛനും അമ്മ ഇതുവരെ വന്നില്ലേ? ആ, ശിവനും പാർവതി ഇവിടെ ഉണ്ടായിരുന്നോ? അച്ഛാ, പോയ കാര്യം എന്തായി? എല്ലാം നല്ല രീതിയിൽ നടന്നോ? അത് പിന്നെ ആരതി, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്നു മോളെ. ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് കല്യാണത്തിനെ വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തിയാൽ മാത്രം മതി. അത് തന്നെ, എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. അതെയോ? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടന്നെങ്കിൽ പിന്നെന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഡള്ളോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ആ ഓട്ടോക്കാരൻ എല്ലാ ഗട്ടറിലും കൊണ്ടിട്ടിട്ട് ദേഹം മുഴുവൻ വേദനയാന്നേ. ഇവിടെ ഒന്ന് കേറിയപ്പോഴാ ഒന്ന് സമാധാനായേ. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ബസ്സിലെ ആൾക്കൂട്ടത്തിനിടയിൽ ജോലി ചെയ്യുന്ന അച്ഛൻ ഇതുവരെ ടയേർഡായി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. എന്നിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു റീസൺ പറയുന്നേ? അമ്മേ, അമ്മു, അച്ഛനെ ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു മോളെ. ഞാൻ പോയി എന്താ നോക്കിട്ട് വരട്ടെ. അവക്ക് എന്താ വേണ്ടെന്ന് നോക്ക്.
അമ്മേ അമ്മു നിനക്ക് കുടിക്കാൻ ഞാൻ വെള്ളം എടുത്തോണ്ട് വരാൻ നിക്ക്. എന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. കല്യാണ കച്ചേരി പാടാമേടി കച്ചേരിക്കാരും പോരുന്നോടി. താങ്ക് യു സോ മച്ച് മദർ ഇന്ത്യ, താങ്ക് യു സോ മച്ച്. നീ എന്തൊക്കെ ഭ്രാന്തായി കാണിക്കുന്നേ? സന്തോഷത്തിന് ലിമിറ്റ് ഇല്ലാന്ന് വരുമ്പോ ഇങ്ങനെയൊക്കെയാണ് മദർ ഇന്ത്യ. എന്ത് പറ്റി നിനക്ക്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അമ്മയുടെ ദേഷ്യമെല്ലാം കളഞ്ഞിട്ട് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഡേറ്റ് ഫിക്സ് ചെയ്തതും അത് പോരാഞ്ഞിട്ട് അവരുടെ വീട്ടുകാരത്ത് നന്നായി സംസാരിച്ചില്ലേ, അതിനെ സെലിബ്രേഷൻ. ആദ്യം ആർദ്യെ കോൾ ചെയ്തിട്ട് എൻഗേജ്മെന്റ് ഏത് ഗിഫ്റ്റാ വേണ്ടെന്ന് ചോദിക്കണം.